ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാനും പിന്നെ ഒരു റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പം വീഡിയോ എന്തായാലും കണ്ടു നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 15th ജാനുവരി 2025 അപ്പോൾ ഫസ്റ്റ് ചെറിയ ചെറിയ ഷോർട്സൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെയാണ് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ഒരു സമയം കൊണ്ട് ഈ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആകും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു സോ മച്ച്. ഇനി മുന്നോട്ടും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, കഷ്ടപ്പാടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ 3K 5K 10K 16K ഒക്കെ ആകുന്നവർക്ക് ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്തവർക്ക് എന്തോ റവന്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മളെ ചാനൽ തുടങ്ങിയപ്പം മനസ്സിലായി ഇതൊന്നും അല്ല എന്നുള്ളത്. കാരണം 1K ചിലർക്ക് 50K 60K ഒക്കെ ആയിട്ടുണ്ടാകും, പക്ഷേ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അത് അത്യാവശ്യം നല്ല പാട് തന്നെയാണ് കേട്ടോ. അപ്പം 1K വ്യൂസൊക്കെ വന്നാൽ പോലും ചെറിയ വാച്ച് അവർ മാത്രമേ നമുക്ക് കയറത്തുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിലൊക്കെ 200, പിന്നെ 60, 70, 50 അങ്ങനെയൊക്കെ വ്യൂസാണ്. ഇപ്പം ചെറുതായിട്ടൊന്നും ഇങ്ങനെ കയറി വരുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. എന്തായാലും അതൊരു ടാസ്ക്കാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. മക്കൾ ഇപ്പോൾ ഉറങ്ങുമ്പോഴേ നമുക്ക് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം അസാനിപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് അവൻ ക്ഷീണം കൊണ്ടൊക്കെ കിടന്ന് ഉറങ്ങും. പക്ഷേ ഐസായ ഉറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉറങ്ങില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എണീറ്റിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പം ആണും കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ സമയം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വോയിസ് ഓവറും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. പിന്നെ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ കറക്റ്റ് ഒരു ടൈം ഫിക്സ് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുമ്പോഴായിരിക്കും പിന്നെ എന്തെങ്കിലും പ്രശ്നം കാരണം വീഡിയോ അപ്ലോഡ് ആവില്ല, പിന്നെ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ആക്കാനായിട്ട് പറ്റാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം പിന്നെ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതുവരെ എത്തിയല്ലോ, അൽഹംദുലില്ലാ. ഇപ്പം എങ്ങനെയെങ്കിലും 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മുടെ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിഗ് ടാസ്ക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം, അതായത് ഡേ ഇൻ മൈ ലൈഫാണോ അതോ കുക്കിംഗ് വീഡിയോസാണോ ഔട്ട്ഡോർ വ്ലോഗ്സ് ആണോ, പിന്നെ അല്ലാണ്ട് ഞാനിങ്ങനെ ഈ ബഡ്ജറ്റ് ഷോപ്പിങ്ങിൻ്റെയൊക്കെ ചെയ്യാറുണ്ട്, നമ്മുടെ ഡേ ടു ഡേ അങ്ങനെയൊക്കെ പോലുള്ളത്. അത് 1-2 വട്ടം ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. അപ്പം ഇത്രയൊക്കെയാണ്. പിന്നെ അതിൻ്റെ 1K ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് 1K ആയിട്ടുള്ള ആ ദിവസം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷത്തിലൊരു മന്തിയൊക്കെ ഉണ്ടാക്കി ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു മന്തീൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയൊക്കെ കണ്ടു നോക്കാം. എന്തായാലും ഒന്നും കൂടി താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഇനി മുന്നോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഇത് വീഡിയോ ആണ്.
അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലയ്ക്ക, ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ 2 ബേ ലീഫ്, പിന്നെ നാരങ്ങ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് ആക്കിയത്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഷാജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരി ഊറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇത് ഈ ഒരു കപ്പിന് 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ദേവായ ബ്രാൻഡിൻ്റെ ബസ്മതി റൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. നോർമലി മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ദേവായൻ്റെ ബസ്മതി റൈസ് ആട്ടോ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പം വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 4 പാക്കറ്റായിട്ടാട്ടോ വരുന്നത്. പിന്നെ കുറച്ച് പുതിന ഇല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹോൾ സ്പൈസസ് ഒരു 4-5 ഏലയ്ക്ക, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നല്ലതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ആ കുത്തി കൊടുത്തതിന് ശേഷം ഈ ക്യാപ്സിക്കവും ഹോൾ സ്പൈസസും പുതിന ഇലയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതിങ്ങനെ പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കണം. അപ്പം ഈ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് വേണം. ഞാനിവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഞാൻ ഗരം മസാലയുണ്ട്, ഗരം മസാല അല്ല, ഞാൻ കുറച്ച് കുരുമുളകും ഒക്കെ കൂടുതൽ ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത ഒരു മസാലയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കുരുമുളകും പിന്നെ പച്ചമല്ലിയും പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഗരം മസാലയൊക്കെ ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഫുഡ് കളർ ഉണ്ടല്ലോ, റെഡ് ഫുഡ് കളർ, ഈ ഫുഡ് കളറിന് അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞാനിപ്പം പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ആക്കിയതാട്ടോ. പിന്നെ ഒരു ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാനിവിടെ ഒരു അരമണിക്കൂർ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കൂടുതൽ വെക്കാം. പിന്നെ പെട്ടെന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിൽ കൂടുതലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ചിക്കൻ വെന്ത ആ ഒരു വെള്ളവും പിന്നെ ആ ഒരു ഓയിലും ഒക്കെ ഇങ്ങനെ വരുമല്ലോ, അത് നമ്മൾ പിന്നെ യൂസ് ആക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ അരിക്ക് ഇങ്ങനെ ദം ഇടുന്ന ഒരു സമയത്ത് നമ്മളത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ കുക്കായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചിലർ ഇത് ഫ്രൈ ആക്കിയിട്ടെടുക്കും. ഞാനിപ്പോൾ ഇന്ന് ഫ്രൈ ആക്കിയിട്ടുള്ള ഒരു റെസിപ്പി അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചിക്കനൊക്കെ കുക്കായി വന്ന സമയത്ത് അതിൽ നിന്നുള്ള ആ ഒരു ഈ ഓയിലും അതിൻ്റെ ആ ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ കുക്കായി വന്ന, അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാനിങ്ങനെ മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ലെമണും മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു റൈസ് ഉണ്ടല്ലോ, റൈസ് കംപ്ലീറ്റ്ലി കുക്കാകണ്ട, ഒരു 80% ഒക്കെ കുക്കായി കിട്ടിയാൽ മതി. ആ ഒരു റൈസ് നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ചിക്കൻ്റെ മേലെയായിട്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മസാലേൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന വെള്ളം നമുക്കൊരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ മഞ്ഞൾപ്പൊടി ഉള്ള വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസമോ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മേലെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, വെള്ളവും ഓയിലും കൂടെ തെളിഞ്ഞ് വന്നിരിക്കുന്ന ആ ഒരു സംഭവം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ പോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഡ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗരം മസാലയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട്
നമ്മൾ കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ കുത്തി നിർത്തി കൊടുക്കണം. അപ്പോൾ ആ ഒരു തണ്ടുള്ള പച്ചമുളകാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പം പച്ചമുളക് വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഞെട്ടുണ്ടല്ലോ അത് മാറ്റിയിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ ഇതാകുമ്പോഴേക്കും ഒരുപാട് എരി വരെയില്ല, പക്ഷേ ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് വരെയുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു 3 വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ മക്കൾക്ക് എരിവാണെങ്കിൽ കഴിക്കില്ല, അതുകൊണ്ടാട്ടോ. അപ്പം കൂടുതലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 7 വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരു 10-20 മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ ഇങ്ങനെ തമ്മിലിട്ട് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തതാട്ടോ. അതേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ ഒരു മസാല ഫുള്ളിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം, അരിയൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഫുള്ളൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഇടയ്ക്കൊരു യെല്ലോ കളറും ഒരു റെഡ് കളർ പക്ഷേ ഇച്ചിരി കുറഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ഫുള്ളൊന്ന് മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തീൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ സവാളയിൽ നിന്ന് വഴറ്റോ പിടിക്കോ ഒന്നും ചെയ്യണ്ട. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയും വേണം, എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. സംഗതി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു 1K ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഭയങ്കര ചൂടുവാണല്ലോ, അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തണുപ്പൊക്കെ കഴിക്കാനായിട്ട് തോന്നും. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.